ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി തക്കാളി കൊണ്ടുള്ളൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തക്കാളി വെച്ച് അച്ചാർ ഉണ്ടാക്കിയാൽ. അതുപോലെ തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ പഴുത്ത തക്കാളിയാണ് എടുത്തത്. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കും. എന്നിട്ട് ഇതിൻ്റെ ആ ഞെട്ടുഭാഗമുണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ ഞെട്ടുഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടുമായി പോവും. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം, വെളിച്ചെണ്ണ എടുക്കരുത്. ഇനി കട്ട് ചെയ്ത തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പുളി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പുളി കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയും പുളിയും നല്ലവണ്ണം വെന്ത് പുളിയൊക്കെ ഉടഞ്ഞ് തക്കാളിയോട് ചേരണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് അടച്ചു കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു തക്കാളി അച്ചാർ ഒരു 6 മാസം വരെയെങ്കിലും കേടുവരാതെ ഇരിക്കും കേട്ടോ. പിന്നെ ഇത് ദോശ ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് പുളിയും തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഈ തക്കാളിയുടെയും പുളിയുടെയും ഒക്കെ മിക്സ് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇതൊന്ന് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് 6 ടീസ്പൂൺ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരല്പം കറിവേപ്പിലയും. ഇതിലേക്കൊരു 7 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് ചെറുതായി കളറ് മാറി തുടങ്ങിയാൽ നമുക്കിതിലോട്ട് തക്കാളിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഫ്ലെയിം എല്ലാം കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേട്ട് ഒരു 1.5 ടീസ്പൂണ് കടുക് ഉലുവയും പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് സാദാ മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ ലാസ്റ്റാണ് കേട്ടോ ഉപ്പ് ചേർക്കേണ്ടത്. ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് പോകരുത്. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്